അടുത്ത ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുന്നതാണ്. വളരെ ഗാംഭീര്യമുള്ള ശബ്ദം പ്രേക്ഷകരുടെ കാതുകളിലേക്ക് അലയടിച്ചെത്തി. അതാ ബെല്ലടിക്കുന്നു, കർട്ടനുയരുന്നു. അരങ്ങിൽ സുന്ദരനായ ഒരു മനുഷ്യൻ, ഗാംഭീര്യമുള്ള ശബ്ദത്തിനുടമ. ആരാണിത്? എനിക്ക് സുപരിചിതമായ മുഖം. ഈ അരങ്ങിൻ്റെ അധിപനായി നിൽക്കുന്ന ആ നടനാണ് സിതാരയുടെ അച്ഛൻ BK ധർമാനന്ദം മാഷ്. ബഹുമുഖ പ്രതിഭാശാലിയായ ഒരു കലാകാരൻ, വെള്ളൂരിലെ സ്വത്ത് ധർമാനന്ദം മാഷ്. ഒപ്പമൊന്നുണ്ടായിരുന്നത് V ചന്ദ്രശേഖരൻ വൈദ്യരും വെള്ളൂർ ഗംഗാധരൻ മാഷുമൊക്കെ ആയിരുന്നു. ആ കലാകാരനായ, നാടക നടനായ, സംവിധായകനായ ധർമാനന്ദം മാഷയുടെ മകൾ, അനുഗ്രഹീത ഗായിക സിതാരയാണ് ഇന്ന് അവതാരകയായി അരങ്ങത്ത് നിൽക്കുന്നത്. ഭാഗ്യം ചെയ്ത പുത്രി, ഏറ്റവും നല്ല ഒരച്ഛൻ്റെ പ്രിയപ്പെട്ട മകൾ, ജന്മസിദ്ധമായ സംഗീത വാസന കൊണ്ട് ആരുടെയും മനം കവർന്ന ഗായിക സിതാരെ, മോളെ, ഈ സംഗീത സല്ലാപത്തിൻ്റെ അവതാരകയായി സ്നേഹപൂർവം ഭാസ്കരൻ മാഷ് സ്വാഗതം ചെയ്യുന്നു. അതിഥിയായി എത്തുന്നത് അനീഷാണ്. ജീവിത പ്രാരബ്ധങ്ങളുടെ നടുവിൽ കഴിഞ്ഞ ഒരു ബാല്യം, ജന്മസിദ്ധമായ സംഗീത വാസന അനീഷിനെ മദ്രാസിൽ എത്തിച്ചു. പല വേദികളിലും പല വ്യക്തികളിലും സ്വാധീനം ചെലുത്തിക്കൊണ്ട് മദ്രാസിലെ ഒട്ടേറെ പരിപാടികളിൽ, ഗാനമേള പരിപാടികളിൽ ഭാഗ്യം കൊണ്ട് അവസരം ലഭിച്ചു, കഴിവുകൊണ്ട് അംഗീകാരം നേടി. പക്ഷേ നാട്ടിലൊരു ജോലി, അച്ഛൻ്റെ ഫോൺ വിളി, മദ്രാസിൽ നിന്ന് തിരിച്ച് അരവഞ്ചാലിലേക്ക് തന്നെ വന്നു അനീഷ്. അനീഷിൻ്റെ ഇളയച്ഛൻ രമേശൻ പൂന്തോടൻ, ഏറ്റവും കഴിവുള്ള ഗാനരചയിതാവ്, കവി, ഗായകൻ. എല്ലാവിധ പ്രോത്സാഹനവും രമേശനിൽ നിന്നും. ഒട്ടേറെ ഗാനമേള ട്രൂപ്പുകളിൽ ഗായകനായി അനീഷ് പ്രവർത്തിക്കുന്നു. ആ കഴിവുള്ള കലാകാരനെയാണ് നമുക്ക് ഇന്ന് അതിഥിയായി കിട്ടിയിരിക്കുന്നത്. അനീഷെ വളരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യട്ടെ സംഗീത സല്ലാപത്തിലെ അതിഥി ആയിട്ട്. ഓരോ സംഗീത സല്ലാപം പരിപാടിയും വളരെ വിജയകരമായ രീതിയിലാണ് നടന്നു വരുന്നത്. അതിന് ഒരേ ഒരു കാരണക്കാരൻ, ഇതിൻ്റെ ചരട് പിടിച്ചിരിക്കുന്ന മണിമാഷയുടെ കഴിവ് തന്നെയാണ് എന്ന് പറയുമ്പോൾ സന്തോഷമേ ഉള്ളൂ. ഈ സംഗീത സല്ലാപം പരിപാടിയിലേക്ക് രണ്ടുപേരെയും സ്വാഗതം ചെയ്യുന്നു. ഒപ്പം സംഗീത സല്ലാപത്തിൻ്റെ അവലോകനം നടത്തുന്ന എൻ്റെ പ്രിയപ്പെട്ട മനോജ്, പയ്യന്നൂരിൻ്റെ ഗായകൻ, വിനയാന്വിതനായ ഗായകൻ മനോജിനെയും സ്വാഗതം ചെയ്യുന്നു. ഇതിലെ എല്ലാ സംഗീത പ്രതിഭകളെയും സ്വാഗതം ചെയ്യുന്നു, ആസ്വാദകരെയും സ്വാഗതം ചെയ്യുന്നു.
മണിമാഷേ, സന്തോഷം, വളരെ വളരെ സന്തോഷം. നിങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട TP ഭാസ്കര പൊതുവാൾ മാഷ്, മലയാള ഭാഷാ പാഠശാലയുടെ സാരഥി, ഈ കുടുംബത്തിലെ ഒരു അംഗം. തമ്പുരു കുളിർച്ചോടിയു തളിരങ്കുലി തൊടുമ്പോ. പ്രിയപ്പെട്ടവരെ, ഞാൻ സിതാര. സംഗീത സല്ലാപത്തിൻ്റെ 46-ാമത്തെ എപ്പിസോഡ് അവതരികയാണ്. എന്നെ നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടായിരിക്കും. സംഗീത സല്ലാപത്തിൽ ഞാൻ അതിഥിയായി വന്നിട്ടുണ്ട്. അന്ന് എന്നെ ഇൻ്റർവ്യൂ ചെയ്തത് പ്രശസ്ത ഗായകനായ രാജേഷ് മാസ്റ്ററാണ്. ഇന്ന് ഞാൻ അവതാരകയായാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ അതിഥിയായ അനീഷ് പൊന്തോടൻ എന്ന അനുഗ്രഹീത ഗായകന് ഈ സംഗീത സല്ലാപം പരിപാടിയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കൂട്ടുകുടുംബം സംഗീത കൂട്ടായ്മയിലെ സംഗീത സല്ലാപം എന്ന ഈ പരിപാടി ഹൃദ്യമാവുന്നത് അതിൻ്റെ വൈവിധ്യം ഒന്നുകൊണ്ട് തന്നെ. ഇന്ന് നമ്മൾ 46-ാം എപ്പിസോഡിൽ എത്തിയിരിക്കുകയാണ്. ഇതിനകം നിരവധി ഗായകന്മാരെയാണ് നമ്മൾ പരിചയപ്പെടുത്തിയത്. എല്ലാവരും കഴിവുള്ളവരും അനുഗ്രഹീതരുമാണ്. പാട്ടുകാരും സംഗീതാധ്യാപകരും പുല്ലാങ്കുഴൽ വിദഗ്ധന്മാരും തുള്ളൽ കലാകാരന്മാരും ഉപകരണ സംഗീത വിദഗ്ധരും നാടക നടന്മാരും മികച്ച അഭിനേത്രികളും കൈകോർക്കുന്ന ഈ സംഗീത തറവാട്ടിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ എപ്പിസോഡ് ആരംഭിക്കുകയാണ്. സംഗീത
സംഗീതമേ അമരസല്ലാപമേ, സംഗീതമേ അമരസല്ലാപമേ, മണ്ണിനു വിണ്ണിൻ്റെ വരദാനമേ, വേദനയെ പോലും വേദാന്തമാക്കുന്ന നാദാനുസന്ധാന കൈവല്യമേ, സംഗീതമേ അമര സല്ലാപമേ. സംഗീതം സല്ലാപമാണ്, സംഗീതം അമൃതാണ്, സംഗീതം ഔഷധമാണ്. സംഗീത സല്ലാപത്തിലേക്ക് പ്രിയപ്പെട്ട അനീഷിനെ സ്നേഹസ്വാഗതം. അനീഷ് അരപഞ്ചാൽ സ്വദേശിയാണെന്ന് പറഞ്ഞല്ലോ. മാതാപിതാക്കളെക്കുറിച്ചും ബാല്യകാലത്തെക്കുറിച്ചും ഒന്ന് വിശദീകരിക്കാമോ? നമസ്കാരം. ഒരുപാട് സന്തോഷം ഈ ഒരു കൂട്ടുകുടുംബത്തിൽ അംഗമായതിനും അതുപോലെ ഈ ഒരു കുടുംബത്തിൽ അതിഥിയായിട്ട് എത്തുവാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം. ഈ കുടുംബത്തിലേക്ക് എന്നെ കൈപിടിച്ച് കൊണ്ടുവന്ന പ്രിയപ്പെട്ട മണിമാഷയ്ക്ക് ആദ്യമേ തന്നെ ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. ഒരുപാട് പ്രശസ്തരും പ്രഗത്ഭരുമായിട്ടുള്ള ആളുകൾ നമ്മുടെ ഈ കൂട്ടുകുടുംബത്തിൽ ഉണ്ട്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അവരുടെ കുറച്ചു പേരുടെങ്കിലും കൂടെ എനിക്ക് വേദി പങ്കിടുവാൻ സാധിച്ചതിൽ ഞാൻ കൃതാർത്ഥനാണ്. ഒരിക്കൽ കൂടി ഞാൻ ഇതിൽ അതിഥിയായിട്ട് ക്ഷണിച്ചതിൽ നന്ദി അറിയിക്കുന്നു. എൻ്റെ വീട് അരവഞ്ചാലിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. അരവഞ്ചാലിനടുത്ത് കൂവപ്പൊയിൽ എന്ന് പറയും. അച്ഛൻ പൂന്തോടൻ ബാലൻ, അമ്മ TV തങ്കമണി, ഭാര്യ രമ്യ, ഒരു മകൾ ഉത്തര അടങ്ങുന്നതാണ് ഞങ്ങളുടെ കുടുംബം. ബാല്യകാലം എന്ന് പറയുമ്പോൾ അങ്ങനെ ഓർത്തു വെക്കാൻ പറ്റിയ ഒന്നുമില്ല. ചെറിയ കാലങ്ങളിൽ ഞാനൊരു ഏകദേശം അരവഞ്ചാൽ സ്കൂളിൽ ആയിരുന്നു 7ാം ക്ലാസ് വരെ പഠിച്ചത്. ആ സമയങ്ങളിൽ ജില്ലാ കലോത്സവങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ അതിനുശേഷം പെരിങ്ങോം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ചു, അവിടെ 10 വരെ. ആ സമയങ്ങളിലും ഞാൻ അത്യാവശ്യം പരിപാടികളിലൊക്കെ ജില്ലാ കലോത്സവങ്ങളൊക്കെ അത്യാവശ്യം പോയി. വലിയ സമ്മാനങ്ങളൊന്നും കിട്ടിയിട്ടില്ല. സ്കൂളിൽ 2 വർഷം സ്കൂളിൽ തന്നെ കലാപ്രതിഭയായിരുന്നു. അതിനുശേഷം നാഷണൽ കോളേജിൽ പ്രൈവറ്റായിട്ടായിരുന്നു പഠിച്ചത്. നാഷണൽ കോളേജിൽ വെച്ച് പിന്നെ പാരലൽ കോളേജ് കലോത്സവമായിരുന്നു. പാരലൽ കോളേജ് കലോത്സവത്തിന് ജില്ലയിലൊക്കെ ലൈറ്റ് മ്യൂസിക്കിൽ 1ാം സ്ഥാനമൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തേനേക്കാളും കൂടുതൽ ആൾക്കാരന്ന് പങ്കെടുക്കാനുണ്ടായിരുന്നു മത്സരങ്ങളിൽ. 300 പേരൊക്കെ ഒന്നിച്ച് പങ്കെടുത്ത് അതിൽ നിന്നാണ് ഒരു 15 പേരെ സെലക്ട് ചെയ്തിട്ട് ഒരു മത്സരമൊക്കെ നടത്തുന്നത് പാരലൽ കോളേജ് കലോത്സവത്തിനൊക്കെ. അപ്പോൾ അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളൊരു അനുഭവം. പിന്നെ സംഗീതം അത്ര കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടില്ല. കുറച്ച് വർഷം, ഒരു 3 വർഷം മാത്രമേ സംഗീതം പഠിക്കാൻ പറ്റിയിട്ടുള്ളൂ. കാരണം ഈ ഒരു സാമ്പത്തിക പ്രയാസം തന്നെയാണ്. ഞാൻ ആ സമയത്ത് കുറച്ച് പണിയൊക്കെ എടുത്ത് കൽപ്പണിയും കാര്യങ്ങളൊക്കെ ഏകദേശം റബ്ബർ ടാപ്പിംഗ് ഒഴികെ ബാക്കിയെല്ലാ ജോലികളും അത്യാവശ്യം അറിയാം. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ചെയ്തിട്ടാണ് അത്യാവശ്യം പാട്ടൊക്കെ പഠിച്ചത്. പിന്നെ പെട്ടെന്ന് അതിൻ്റെ കൂടെ തന്നെ വിദ്യാഭ്യാസം കൊണ്ടുപോകാൻ സാധിച്ചില്ല. അപ്പോൾ അതൊക്കെ സ്റ്റോപ്പ് ചെയ്ത് ഡിഗ്രി കഴിഞ്ഞ ഉടനെ അതൊക്കെ സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ ഞാൻ ചെന്നൈയിലേക്ക് പോവുകയാണ്. ഒരു ഹോട്ടലിൽ, ഒരു റെസ്റ്റോറൻറ്റിൽ സിംഗറായിട്ടാണ് ഞാൻ ചെന്നൈയിലേക്ക് പോയത്. മയിൽപ്പീലി എന്ന ഭക്തിഗാന ആൽബങ്ങളിലെ എല്ലാ ഗാനങ്ങളും ഭക്തിസാന്ദ്രമാണ്. അനശ്വരനായ സംഗീത സംവിധായകൻ ജയവിജയന്മാരിലെ ജയൻ സംഗീതം പകർന്ന എല്ലാ ഗാനങ്ങളും ഭക്തജനലോകം നെഞ്ചേറ്റിയവയാണ്. ഖരഹരപ്രിയ രാഗത്തിൻ്റെ വശ്യത ആവോളം നിറഞ്ഞൊഴുകുന്ന ഗാനമാണ് എസ് രമേശൻ നായർ എഴുതിയ യമുനയിൽ ഖരഹര പ്രിയയായിരുന്നെങ്കിൽ മഴമുകിലേ നിന്നെ തഴുകിയേനേ, നീ എന്നുമെന്നുമെൻ പ്രേമ സംഗീതത്തിൽ നീരാടി നിഗമങ്ങൾ
തീർത്തേനേ. ഈ ഗാനം നമുക്ക് അനീഷിൻ്റെ ശബ്ദത്തിലൂടെ ആസ്വദിക്കാം.
സംഗീതം അനന്തസാഗരമാണ്. ആ സാഗരതീരത്ത് കൗതുകത്തോടു കൂടി സംഗീത തിരമാലകളെ നോക്കിയിരിക്കുന്ന സംഗീതോപാസകരാണ് നമ്മളെല്ലാവരും. സംഗീതം അനീഷ് ശാസ്ത്രീയമായി പഠിച്ചിട്ടുണ്ടെന്ന് വായിച്ചിട്ടുണ്ട്. സംഗീത പഠനം എപ്പോഴായിരുന്നു? ആരാണ് സംഗീത പഠനത്തിലെ ഗുരുക്കന്മാർ? സംഗീത പഠനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് ആ സമയത്ത് പഠിക്കാനുള്ള ഒരു സാമ്പത്തിക ചുറ്റുപാടൊന്നും ഉണ്ടായിരുന്നിട്ടില്ല. അപ്പോൾ ഞാൻ 10ാം ക്ലാസ്സിന് ശേഷമാണ് എൻ്റെ അച്ഛൻ്റെ അനുജൻ ശ്രീ രമേശൻ പൂന്തോടൻ, നല്ലൊരു എഴുത്തുകാരൻ, കവിയൊക്കെയാണ്. അദ്ദേഹത്തിൻ്റെ നിർബന്ധപ്രകാരമാണ് ഞാൻ പയ്യന്നൂർ ലയം കലാക്ഷേത്രം, കരിവള്ളൂർ രാജേട്ടൻ്റെ പയ്യന്നൂർ ലയം കലാക്ഷേത്രത്തിൽ വിദ്യാർത്ഥിയായിട്ട് ചേരുന്നത് 10ാം ക്ലാസ്സിന് ശേഷം. അപ്പോൾ കാര്യമായിട്ടില്ല, ഒരു 3 വർഷം മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. എൻ്റെ ഗുരുക്കന്മാർ ഒന്ന് ദീപക് മല്ലർ, അതുപോലെ ഭാസ്കര മാഷ് അന്നൂർ, അതുപോലെ സുനിത ടീച്ചർ, ഇങ്ങനെ 3 പേരായിരുന്നു ഗുരുക്കന്മാർ. അധികമൊന്നും സംഗീതത്തിൽ ജ്ഞാനം നേടാൻ കഴിഞ്ഞിട്ടില്ല. വളരെ കുറച്ച് മാത്രം അത്രേ സാധിച്ചിട്ടുള്ളൂ. കോവിഡ് മഹാമാരിയുടെ ദുരിതകാലത്തിന് മുൻപ് ഗാനമേള വേദികളിൽ ജനസഹസ്രങ്ങളെ സംഗീതത്തിൻ്റെ സാഗരത്തിൽ ആറാടിച്ച ഒരു കാലമുണ്ടായിരുന്നു. ഗാനമേള ആസ്വദിക്കാത്ത ആരാണുള്ളത്? പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സംഗീതം നൽകിയ ഒരു ഗാനം. ശ്രീകുമാരൻ തമ്പിയാണ് ഗാനരചയിതാവ്. മേഘം പൂത്തു തുടങ്ങി, മോഹം പെയ്തു തുടങ്ങി, മേദിനി കേട്ടു നെഞ്ചിൽ പുതിയൊരു താളം. ഇനി നമുക്ക് വേണ്ടി അതിമനോഹരമായ ഈ ഗാനം ഗാനമേള വേദികളിൽ ആലപിച്ചത് നമ്മുടെ പ്രിയങ്കരനായ ഗായകൻ അനീഷ് പൂന്തോടൻ തന്നെയാണ്.
സംസ്ഥാന തലത്തിൽ നടത്തിയ ഗാനമത്സരത്തിൽ 3000-ൽ അധികം ഗായകരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട വിജയിയാണ് അനീഷ് പൂന്തോടൻ. ആ മത്സരത്തെക്കുറിച്ച് ഒന്ന് പറയാമോ? ആ മത്സരത്തിൽ സമ്മാനാർഹമായ ആ പാട്ടിൻ്റെ കുറച്ച് വരികൾ ഒന്ന് പാടാമോ? സംസ്ഥാന തലത്തിൽ നടന്ന മത്സരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് DYFI ഫേസ്ബുക്ക് കേരള എന്ന പേജിലായിരുന്നു ആ മത്സരം നടന്നത്. അതായത് നമ്മൾ ലോക്ക്ഡൗൺ സമയത്ത് വീട്ടിലിരിക്കുന്ന സമയത്ത് വീട്ടിലിരിക്കുമ്പോൾ പാട്ട് എന്നുള്ള ഒരു പ്രോഗ്രാമായിരുന്നു. അപ്പോൾ ഞാനും അങ്ങനെ വീട്ടിലിരുന്ന് പാടിയൊരു പാട്ട് അവരുടെ വാട്സപ്പ് നമ്പറിൽ അയച്ചു കൊടുക്കുകയും അതിനുശേഷം അതിൽ നിന്ന് ഏകദേശം 3000-ഓളം ആൾക്കാർ പങ്കെടുത്തു എന്നാണ് അറിയാൻ സാധിച്ചത്. അതിൽ നിന്ന് 15 പേരെ തിരഞ്ഞെടുത്ത് ഒരു ദിവസം അവരെന്നെ വിളിച്ചു പറയുകയാണ്, ഇങ്ങനെ 15-ൽ ഒരാളായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാത്രി ചിത്ര ചേച്ചി KS ചിത്ര വാനമ്പാടി KS ചിത്ര ലൈവ് വരുന്നുണ്ട്, അപ്പോൾ ആ ലൈവ് ഒന്ന് കാണണം എന്ന് പറയുകയും ചെയ്തു. അതുപ്രകാരം ഒരു 9 മണിക്ക് ലൈവ് കാണുകയാണ് ഉണ്ടായത്. അപ്പോൾ ആ ലൈവിൽ പറയുമ്പോൾ 1ാം സ്ഥാനം ലഭിച്ചത് എനിക്കാണ് എന്ന് അന്ന് അറിഞ്ഞു. സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമായിരുന്നു, പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഉടനെ തന്നെ ട്രിവാൻഡ്രത്ത് നിന്ന് തന്നെ അവർ വിളിച്ചു, സംസാരിച്ചു. ആ ഒരു വീഡിയോ ചിത്ര ചേച്ചി ലൈവ് വന്നിട്ട് എൻ്റെ ആ പേര് പറയുന്ന വീഡിയോ വൈറലായിരുന്നു ശരിക്കും. അപ്പോൾ അതിനുശേഷം കുറേ ലൈവുകൾ, ഫേസ്ബുക്ക് ലൈവുകൾ ഒക്കെ ഇഷ്ടംപോലെ ചെയ്തു. വലിയ കാര്യമൊന്നും ഇല്ലെങ്കിലും കുറേ ലൈവുകൾ ചെയ്തു. പിന്നെ ചിത്ര ചേച്ചിയായിട്ടൊന്ന് സംസാരിക്കാൻ പറ്റി. ഇതെന്നെ ജീവിതത്തിൽ ഏറ്റവും വലിയ പുണ്യമായിട്ട് കാണുന്നു. പിന്നെ കുറേ ആൾക്കാർ അറിഞ്ഞു ഇങ്ങനെ ഒരാളുണ്ട് എന്നുള്ളത് അറിഞ്ഞു. പിന്നെ ഞാനിപ്പോഴും സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. അപ്പോൾ കുറച്ച് ആൾക്കാർക്കൊക്കെ നമ്മുടെ പാട്ടൊക്കെ കേട്ടിട്ട് അങ്ങനെ അറിയാം, കുറച്ച് നമ്മുടെ ഈ ഭാഗത്തുള്ള ആൾക്കാർക്ക് ശരിക്കും അറിയാൻ പറ്റി എന്നെക്കുറിച്ച്. അതുവരെയും ഇങ്ങനെ മൂടിക്കിടന്ന ഒരാളാണ്. ആ ഒരു മത്സരത്തിൽ, സംസ്ഥാനതല മത്സരത്തിൽ 1ാം സ്ഥാനം കിട്ടിയ ഗാനം എന്ന് പറയുന്നത് ശ്രീ രമേശ് നാരായൺ സാറ് സംഗീതം നൽകിയ മേഘമൽഹാർ എന്ന ചിത്രത്തിലെ
ഒരു നറുപുഷ്പമായി എന്ന ഗാനമായിരുന്നു പാടിയത്. അതിനായിരുന്നു 1ാം സ്ഥാനം കിട്ടിയത്. കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഇവിടെ പാടാം. മഴയുടെ തന്ത്രികൾ മീട്ടി നിന്നാകാശം മധുരമായി ആർദ്രമായി പാടി. മഴയുടെ തന്ത്രികൾ മീട്ടി നിന്നാകാശം മധുരമായി ആർദ്രമായി പാടി. അറിയാത്ത കന്യതൻ നേർക്കേഴും ഗന്ധർവ പ്രണയത്തിൻ സംഗീതം പോലെ. പുഴപാടി തീരത്തെ മുളപാടി പൂവള്ളി കുടിലിലെ കുയിലുകൾ പാടി. ഒരു നറു പുഷ്പമായി എന്നേർക്കു നീളുന്ന മിഴിമുനയാരുടേതാവാ. ഈ ഗാനത്തിനായിരുന്നു 1ാം സ്ഥാനം കിട്ടിയത്. 7 സാഗരവും ഏറ്റുപാടുന്ന രവീന്ദ്ര സംഗീതത്തിൻ്റെ മാസ്മരിക ഇണങ്ങൾ മലയാള സംഗീത ആസ്വാദകർ നെഞ്ചേറ്റിയവയാണ്. 7 പൊൻതിരികൾ പൂത്തുനിൽക്കുന്ന ദീപം പോലെ. ശ്രീലതികകൾ തളിരണിഞ്ഞുലയവേ വാ കിളിമകളെ തേൻ കുറുമൊഴിയേ. ഈ മനോഹരമായ രവീന്ദ്ര സംഗീതം മഹാകവി ONV രചനയിൽ പിറന്നതാണ്. ഇവിടെ നമുക്ക് ഈ ഗാനം അനീഷിൻ്റെ ശബ്ദത്തിൽ കേൾക്കാം. Bani sari rima bani sari ma pa ശ്രീലതികകൾ തളിരണിഞ്ഞുലയവേ
ഉത്തര മലബാറിലെ നിരവധി ഓർക്കസ്ട്രകളിൽ അനീഷ് പാടിയിട്ടുണ്ട്. കണ്ണൂർ ഭാവരാഗം ഓർക്കസ്ട്ര, പയ്യന്നൂർ മെലഡീസ്, പയ്യന്നൂർ SS ഓർക്കസ്ട്ര, സ്വാതി ഓർക്കസ്ട്ര, അതുപോലെ അനീഷിൻ്റെ സ്വന്തം ഓർക്കസ്ട്രയായ ഹാർട്ട് ബീറ്റ് ഓർക്കസ്ട്ര. എത്ര വർഷം ഈ ഗാനമേളകളിൽ താങ്കൾ പാടിയിട്ടുണ്ട്? ശരിക്കും എൻ്റെ ഒരു ഗാനമേള അനുഭവം പറയുകയാണെങ്കിൽ, ഞാൻ പയ്യന്നൂർ SS-ലാണ് ആദ്യം തുടങ്ങുന്നത്. പ്രിയപ്പെട്ട സുബൈർക്കാണ് എന്നെ SS-ലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ സുബൈർക്ക് ഇങ്ങനെ SS-ലേക്ക് കൊണ്ടുവരികയും ഒരു വർഷം കഴിഞ്ഞ ഉടനെ ഞാൻ കോഴിക്കോട് നീലാംബരി മുട്ടം പുരുഷു എന്ന് പറയുന്ന ഒരു കലാകാരനുണ്ട്, അദ്ദേഹത്തിൻ്റെ കൂടെ കോഴിക്കോട് നീലാംബരിയിൽ ഏകദേശം 2 വർഷം അവിടെയും, അതിനുശേഷം അശോക് ഷേണായി, നമ്മുടെ പ്രിയപ്പെട്ട അശോകേട്ടൻ പയ്യന്നൂറുകാരൻ, അശോകേട്ടൻ്റെ മെലഡീസ് ഓർക്കസ്ട്രയിലും, അതുപോലെ രാമേന്ദ്ര മാഷിൻ്റെ ഭാവരാഗം ഓർക്കസ്ട്രയിലും ഒക്കെ പാടിയിട്ടുണ്ട്. അതുപോലെ പയ്യന്നൂർ നമ്മുടെ രവിയേട്ടൻ, പാടാച്ചി രവിയേട്ടൻ്റെ സ്വാതി ഓർക്കസ്ട്രയിലൊക്കെ പാടിയിട്ടുണ്ട്. അതെനിക്ക് അധികം വർഷമൊന്നും അവകാശപ്പെടാനില്ല. കാരണം ഞാൻ ചെന്നൈയിൽ നിന്ന് ഒരു 9 വർഷം മുമ്പെയാണ് നാട്ടിലെത്തിയത്. അപ്പം ഏകദേശം എൻ്റെ ഒരു അനുജൻ്റെ ഒരു മരണവുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ചു കാലം ഈ ഒരു ഫീൽഡിൽ നിന്ന് എനിക്ക് മാറി നിൽക്കേണ്ടി വന്നു. ഏകദേശം ഒരു 3 വർഷത്തോളം ഞാൻ മാറി നിന്നു. അപ്പോൾ എനിക്ക് ഏകദേശം ഒരു 6 വർഷത്തിൽ താഴെ മാത്രമേ അഭിപ്രായപ്പെടാനുള്ളൂ ഈ ഒരു ഗാനമേള വേദിയിൽ. അപ്പം ഒരു 2 വർഷം അടുപ്പിച്ച് എൻ്റെ കുറച്ച് 2-3 ഫ്രണ്ട്സൊക്കെ കൂടി തുടങ്ങിയ പയ്യന്നൂർ ഹാർട്ട് ബീറ്റ്സ് ഓർക്കസ്ട്രയിലാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് മറ്റ് ഓർക്കസ്ട്രകളിലും പോയിട്ടുണ്ട്. ഈ ഒരു ലോക്ക്ഡൗണിന് തൊട്ട് മുമ്പേ കഴിഞ്ഞ ഏപ്രിൽ വരെ അത്യാവശ്യം പ്രോഗ്രാംസ്, ഒരു 10ഓളം പ്രോഗ്രാംസ് ചെയ്തത് പയ്യന്നൂർ SS ഓർക്കസ്ട്രയുടെ കീഴിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ലാസ്റ്റ് മേഘമൽഹാറിൻ്റെ ഹൃദ്യമായ ഈണങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നിറയുകയാണ്. ഈ വസന്തവും പ്രണയവിരഹങ്ങളും ഇത്രയും മനോഹരമായി ചിട്ടപ്പെടുത്താൻ ഹിന്ദുസ്ഥാനി സംഗീത സംവിധായകനായ രമേശ് നാരായൺ മാസ്റ്റർക്കല്ലാതെ മറ്റാർക്ക് കഴിയും? ONVയുടേതാണ് രചന. ഒരു നറു പുഷ്പമായി എന്നേക്കു നീളുന്ന മിഴിമുനയാരുടേതാവാം, ഒരു മഞ്ജു ഹർഷമായി എന്നിൽ തുളുമ്പുന്ന നിലവുകളാരെയോർത്താവാം. ഈ മനോഹരമായ ഗാനം ഇനി അനീഷ് നമുക്ക് വേണ്ടി പാടുന്നു. ഒരു നറു പുഷ്പമായി എന്നേർക്കു നീളുന്ന മിഴിമുനയാരുടേതാവാം, ഒരു നറു പുഷ്പമായി എന്നേർക്കു നീളുന്ന മിഴിമുനയാരുടേതാവാം. എനിക്കറിയില്ല, പറയുന്നു സന്ധ്യ തൻ മൗനം, മൗനം ഒരു
പ്രിയപ്പെട്ട അനീഷ്, താങ്കളുടെ കഥ മണിമാഷ് എഴുതിയ കർമ്മകാണ്ഡത്തിലൂടെ വായിച്ചു. ഒരു വലിയ ഫ്ലാഷ് ബാക്കാണ് അതിലൂടെ ഉരുത്തിരിഞ്ഞത്. എങ്ങനെയായിരുന്നു താങ്കൾ ചെന്നൈയിലെത്തിയത്? ചെന്നൈയിലെ സംഗീത ജീവിതം എങ്ങനെയായിരുന്നു? ശരിക്കും മണിമാഷ് അത് എഴുതിയത് വായിച്ചപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. കാരണം ഞാൻ അനുഭവിച്ചതൊക്കെ മണിമാഷ് അതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ചെന്നൈയിൽ എത്താൻ കാരണം എൻ്റെ ഒരു സുഹൃത്തായിരുന്നു. ഒരു സുഹൃത്ത് എന്നോട് പറയുകയാണ്, ഞാനിങ്ങനെ ഒരു ദിവസം വിളിക്കുമ്പോൾ പറഞ്ഞു, ഇങ്ങനെ കഷ്ടപ്പാടൊക്കെയാണ്, നാട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പറഞ്ഞൊരു കാര്യം ചെയ്യും, നിൻ്റെ ഇഷ്ടപ്പെട്ട ഫീൽഡ് തന്നെ, ഇവിടെ ഒരു ഹോട്ടലിലൊരു സിംഗറിനെ വേണം, നീ ഇന്ന് ചെന്നൈയിലേക്ക് വാ. ചെന്നൈയിലേക്ക് ഞാൻ ശരിക്കും പോകുമ്പോൾ എൻ്റെ കയ്യിൽ അവിടെ ചെന്നൈയിൽ ഇറങ്ങുമ്പോൾ ശരിക്കും പറഞ്ഞാൽ 25 രൂപ 30 രൂപ അങ്ങനെ ഉള്ളൂ. തിരിച്ചു വരാൻ വേണ്ടി പൈസ ഇല്ല, അങ്ങോട്ട് പോകാനുള്ള പൈസ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ചെന്നൈയിൽ പോയി. ചെന്നൈയിലെത്തുമ്പോൾ ഭയങ്കര മോഹങ്ങളായിരുന്നു. അയ്യോ, വലിയൊരു സിറ്റി, ഫിലിം സിറ്റിയിൽ എത്തിച്ചേർന്നു, ഇനിയിപ്പോൾ ഒന്നും പേടിക്കാനില്ല എന്നുള്ള രീതിയിലായിരുന്നു. ചെന്നൈയിൽ എത്തി അവിടെ ഹോട്ടലിൽ സിംഗറായിട്ട് കയറി. അവിടെ അവരുടെ ഒരു ടെസ്റ്റൊക്കെ ഉണ്ട്, പാടാൻ പറ്റുന്ന ആളാണോ, എങ്ങനെ പാടും. ടെസ്റ്റൊക്കെ കഴിഞ്ഞ് അവിടെ ജോലി കിട്ടി. മാസത്തിൽ വലിയ ശമ്പളമൊന്നുമില്ല, പക്ഷേ കുറച്ച് പൈസ ടിപ്സായിട്ട് കിട്ടും. നമ്മളവിടെ പാടുമ്പോൾ അവിടെ വരുന്ന ഗസ്റ്റുകൾ നമുക്ക് ടിപ്സ് തരും. നല്ല വലിയ ഫിലിം സ്റ്റാർസ്, അതുപോലെ വലിയ വലിയ ആൾക്കാരാണ് വരുന്നത്. ഒരുപാട് അവസരങ്ങളൊക്കെ അവർ തരും. അവിടെ പാടിക്കാം, ഇവിടെ പാടിക്കാം എന്നൊക്കെ അവസരങ്ങളൊക്കെ തരും. പക്ഷെ അതൊന്നും വളരെ കുറച്ച് പേര് മാത്രമേ പാലിച്ചിട്ടുള്ളൂ. അതിൽ ഞാനും കുറച്ച് ബാക്കോട്ടായിരുന്നു. അവരോട് കൂടുതൽ വിളിച്ച് അവരെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ചാൻസുകൾ കുറഞ്ഞു പോയത്. ആ സമയങ്ങളിൽ കുറേ ഡബ്ബിങ് സിനിമകൾക്ക്, ഈ തമിഴ് മൊഴിമാറ്റ ചിത്രങ്ങൾക്ക് ഒരുപാട് പാടി. തെലുങ്ക്, മലയാളത്തിലേക്ക് വരുന്ന പടങ്ങൾ, അങ്ങനെ ഒരു 5-6 പടങ്ങൾ അങ്ങനെ പാടി. അതിനുശേഷം അവിടുന്ന് ഭീമാ ഗോൾഡിൻ്റെ ആ സമയത്ത് ഇറങ്ങിയ ഒരു പരസ്യം ഉണ്ടായിരുന്നു. മനസ്സിലെ മോഹങ്ങൾ തളിരണിഞ്ഞു, മനം പോലെ അവൾ ഒരുങ്ങി നിന്നു എന്ന് തുടങ്ങുന്ന ഒരു പരസ്യം. ആ പരസ്യത്തിൽ ഞാനായിരുന്നു പാടിയത്. പക്ഷേ പരസ്യത്തിൽ പാടിയതുകൊണ്ട് ആരും അറിയാൻ പോകുന്നില്ല ഇതാരാ പാടിയതെന്ന്, പേരൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ അവിടെ ഹോട്ടലിൽ പാടി. അവിടുന്ന് ഞാൻ ജയ TV നടത്തിയ രാഗമാലിക എന്ന് പറയുന്ന റിയാലിറ്റി ഷോയിൽ പാടാൻ വേണ്ടി പോയി. അങ്ങനെ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ മത്സരത്തിനും വിജയിച്ച് പോകുമ്പോൾ ഹോട്ടലിൽ നിന്ന് എനിക്ക് നല്ലൊരു അനുഭവമല്ല. അവർ എന്നെ അങ്ങനെയുള്ള മത്സരങ്ങൾക്കൊന്നും പോകാൻ പറ്റില്ല, ഇവിടെ ഹോട്ടലിൽ തന്നെ നിൽക്കണം എന്ന് പറയുകയും എനിക്ക് ആ മത്സരത്തിൽ നിന്ന് പകുതിക്ക് വെച്ച് പിന്മാറേണ്ടിയും വന്നു. അപ്പോൾ അതൊക്കെ കൂടി ആകുമ്പോൾ എനിക്ക് ഒന്നാമത് അവിടെയുള്ള ഹോട്ടലിൽ ജോലി ഒന്ന് മടുക്കാൻ തുടങ്ങി. മാത്രമല്ല, ഞാനവിടെ ഹോട്ടലിൽ ജോലി ഇല്ലെങ്കിൽ ഞാൻ അവിടെ നിന്നിട്ട് കാര്യമില്ല, അവിടെ ജീവിക്കാൻ വലിയ പ്രയാസമാണ്. അപ്പോൾ അങ്ങനെ വേറൊരു വഴിയുമില്ല, ഹോട്ടലിൽ നിന്ന് ഇറങ്ങി കുറച്ച് നാൾ അവിടെ നിന്നു. കുറച്ച് പ്രോഗ്രാംസ്, ഗാനമേളൊക്കെ ചെയ്ത് നിന്നു. പക്ഷെ അതിലൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നമ്മുടെ കേരളത്തിലുള്ള അത്രയും ഗാനമേളകളൊന്നും ചെന്നൈയിൽ ഇല്ല. അപ്പോൾ അങ്ങനെയാണ് പെട്ടെന്ന് അച്ഛൻ്റെ ഒരു വിളി വരുന്നതും, അങ്ങനെ ഇവിടെ നാട്ടിൽ വന്ന് ബാങ്കിൽ ജോലി ചെയ്യാൻ വേണ്ടി പറയുന്നതും, ഇവിടെ പരീക്ഷയുണ്ട് വന്ന് അറ്റൻഡ് ചെയ്യണം എന്ന് പറയുന്നതും. അങ്ങനെയാണ് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വരുന്നത്. ശ്യാമാംബരം നിറയെ മഴമുകിലുകളാണ്. തിങ്കൾ കലമാനോടുന്ന നീലാകാശത്തിലെ നിറപ്പകിട്ടുകൾ എത്ര മനോഹരമാണ്. ഈ രാവ് പുലരാതെയിരുന്നെങ്കിൽ. ശ്യാമാംബരം നീളെ മഴമുകിലിനുള്ളിൽ തുടിയുണരും നേരം തിങ്കൾ കലമാനോടുമ്പോൾ. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് ജോൺസൺ മാഷ് സംഗീതം പകർന്ന ആ മനോഹര ഗാനം നമുക്ക് വേണ്ടി അനീഷ് ഇവിടെ പാടുന്നു. ശ്യാമാംബരം നീളെ മണിമുകിലിനുള്ളിൽ തുടിയുണരും നേരം തിങ്കൾ കലമാനോടുമ്പോൾ. ദൂരെ കണ്ടാൽ മനമലിയും ചന്ദ്രകാന്ത കല്ലേ. ദൂരെ കണ്ടാൽ മനമലിയും ചന്ദ്ര
ചന്ദ്രകാന്തക്കല്ല് ശ്യാമാംബരം. സായന്തനത്തിൻ്റെ കണ്ണിൽ ശ്രുതിസാഗരം തിളങ്ങി, ചാരേ കൺ തുറന്നതു സുവർണ്ണ താരകം. സായന്തനത്തിൻ്റെ കണ്ണിൽ ശ്രുതിസാഗരം തിളങ്ങി, ചാരേ കൺ തുറന്നതു സുവർണ്ണ താരകം. സ്വർഗവാതിൽ കിളി തേടി തീരാത്തേൻ മൊഴികൾ, നാദം നാദം മൃദുവായി പൊഴിയും നിലവിൽ പോലും. എന്നെ കേട്ടു കേട്ടാൽ മനമലയും ഹൃദയമന്ത്രച്ചിന്ത്, മെല്ലെ കേട്ടു കേട്ടാൽ മനമലയും ഹൃദയമന്ത്രച്ചിന്ത്. ശ്യാമാംബരം. മലയാള ഗാനങ്ങൾ മാത്രമല്ല, തമിഴ് ഗാനങ്ങളും വളരെ നന്നായി ആലപിക്കുന്ന ഒരു ഗായകനാണ് അനീഷ്. ഇനി നമുക്ക് അനീഷ് ആലപിച്ച ഒരു തമിഴ് ഗാനം കേൾക്കാം. ഇല്ലാத ஊரிலே அடியான் பூ கேட்பதில்லை, பெண் இல்லாத ஊரிலே கொடிதா பூ பூப்பதில்லை. உன் புடவை முந்தானை சாய்ந்ததில் இந்த பூமி பூ பூத்தது. இது கம்பன் பாடாத சிந்தனை, இந்த காதோடு யார் சொன்னது? புது வெள்ளை மழை எங்கு பொழிகின்றது, இந்த கொள்ளை நிலா உடல் நனைகின்றது. இங்கு சொல்லாத இடம் கூட குளிர்கின்றது, மனம் சூடான இடம் தேடி அலைகின்றது.
മണ്ഡലം. നമഃ ശിവായ നമഃ ശിവായ നമഃ ശിവായ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂട്ടുകുടുംബത്തിൻ്റെ ഒരു സംഗീത സല്ലാപം കൂടി ഇന്നിവിടെ പൂർണ്ണമായിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ കുടുംബത്തിൻ്റെ ഗുരുനാഥൻ്റെ ഒരാമുഖം ഏറെ വ്യത്യസ്തവും വളരെ ഗാംഭീര്യമുള്ളതുമായി എന്ന് പറയാതിരിക്കാൻ വയ്യ. ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഒരു സ്വാഗതം വേണ്ടത് എന്ന് ഇപ്പോൾ തോന്നുന്നു. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഇന്ന് സംഗീത സല്ലാപത്തിലെ അതിഥിയായ ശ്രീ അനീഷ്, അവതാരികയായ സിതാര, രണ്ടുപേരെയും എന്തുകൊണ്ടോ നേരിൽ പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ഈ കുടുംബത്തിലൂടെയാണ് അറിയുന്നത്. സിതാര നേരത്തെ ഇതേ പരിപാടിയിൽ അതിഥിയായി വന്നിട്ടുണ്ട്. പാട്ട് പാടുന്ന കാര്യത്തിൽ ഈ രണ്ടു പേരെയും വിലയിരുത്താൻ ഞാൻ യോഗ്യനാണ് എന്ന് തോന്നുന്നില്ല. കാരണം ആലാപനത്തിനോട് എത്രമാത്രം നീതി പുലർത്താം എന്നുള്ളത് ആ രണ്ടു പേർക്കും വളരെ ഗാഢമായി അറിയാം. തമ്പുരു തളിർച്ചൂടിയോ എന്ന രവീന്ദ്രൻ മാഷിൻ്റെ പാട്ട് വളരെ ഭാവാർദ്രമായിട്ട് തന്നെ അനീഷ് പാടിയിട്ടുണ്ട്. യമുനയിൽ ഘരഹര പ്രിയയായിരുന്നെങ്കിൽ എന്ന ജയവിജയുടെ മയിൽപീലി എന്ന ആൽബത്തിലെ പാട്ട് ഘരഹരപ്രിയ രാഗം എങ്ങനെയാണ് വേണ്ടത്, എങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു പാഠപുസ്തകം കൂടിയാണ് ആ പാട്ട്. ഒരുപാട് പാട്ടുകൾ ഘരഹരപ്രിയയിലുണ്ട്. നേരത്തെ നമ്മൾ പാടിയിട്ടുള്ളതുമാണ്, ഈ പരിപാടിയിൽ വന്നിട്ടുള്ളതുമാണ്. എന്നാൽ ഇതുവരെ പാടാത്ത ഒരു കൃതിയുടെ ഒറ്റ വരി മാത്രം ഞാൻ ഘരഹരപ്രിയയിൽ സൂചിപ്പിക്കാം. ത്യാഗരായ സ്വാമികൾ ചോദിക്കുന്നുണ്ട്, വിശാലമായ രാജമാർഗമുള്ളപ്പോൾ എന്തിനാണ് ഇടുങ്ങിയ ഇടവഴിയിലേക്ക് അല്ലയോ മനസ്സേ നീ എന്നെ കൊണ്ടുപോകുന്നത് എന്ന് ചോദിച്ചുകൊണ്ടുള്ള ഒരു കൃതിയുണ്ട്. ചക്കനീറ മാർഗമൂനുണ്ടക
ചക്കനീറ ജയമാർഗമു നുണ്ടക ചക്കനീറ ജയമാർഗമു നുണ്ടക. ഇങ്ങനെ തുടങ്ങുന്നൊരു കൃതിയാണ്. വളരെ ബൃഹത്തായിട്ടുള്ളൊരു കൃതിയാണത്. ഞാൻ സാന്ദർഭികമായത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഒരു നറു പുഷ്പമായി എന്ന രമേശ് നാരായൺ സാറിൻ്റെ മൽഹാർ കുടുംബത്തിൽ വരുന്ന മൃദു മൽഹാർ എന്ന രാഗം, ആ രാഗത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള കൃതി. ശ്രീലതികകൾ എന്ന രവീന്ദ്രൻ മാഷയുടെ രേവതി രാഗാർദ്രമായിട്ടുള്ള കൃതി. ഇതൊക്കെ അനീഷ് വളരെ ഗംഭീരമായിട്ട്, കാരണം ഇനി അതിനപ്പുറത്തില്ല എന്ന് തോന്നുന്ന രീതിയിൽ വളരെ മധുരമായ ശബ്ദത്തിലൂടെ വളരെ ശ്രുതി താള നിബദ്ധമായിട്ട് പാടിയിട്ടുണ്ട്. സിതാരയും ഇന്ന് സിതാരയുടെ റോള് അവതാരികയാണെങ്കിൽ പോലും സംഗീതമേ അമരസല്ലാപമേ എന്ന തുടക്കവും രാഗേന്ദു കിരണങ്ങളും ഏഴപ്പൊന്നാനയൊക്കെ തന്നെ കൊണ്ട് മാക്സിമം നീതി പുലർത്തിക്കൊണ്ട് തന്നെ പാടിയിട്ടുണ്ട്. അതുകൊണ്ട് പാട്ടിനെ പറ്റി ഞാൻ വിലയിരുത്താൻ ഉദ്ദേശിക്കുന്നേ ഇല്ല, കാരണം ഉദ്ദേശിക്കാൻ ഞാനല്ല. ജസ്റ്റ് എൻ്റെ ഒരു നിരീക്ഷണം ഞാൻ പറഞ്ഞു പോയി എന്നേ ഉള്ളൂ. എങ്കിലും ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഇന്ന് ഒന്നുകൂടി അരക്കിട്ടുറപ്പിച്ച് പറയട്ടെ. ഒരു ഗായകനെ അല്ലെങ്കിൽ ഗായികയെ വിലയിരുത്താൻ തൻ്റെ ശബ്ദം മാത്രം മതി, അതിന് പിന്നണി വേണ്ട എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഈ രണ്ട് പ്രതിഭകളുടെയും കഴിവിനെ 100% അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയാം, എൻ്റെ ഒരാഗ്രഹം എന്ന് പറയുന്നത് കരോക്കെ ഇല്ലാത്ത ഒരു സംഗീത സല്ലാപത്തെ നിരീക്ഷിക്കാൻ കഴിയണം എന്നുള്ളതാണ്. അങ്ങനെ ഒരു സംഗീത സല്ലാപം നിരീക്ഷിച്ചുകൊണ്ട് പിന്നീട് വരുന്ന ഒരു നിരീക്ഷണം ഞാൻ വേറൊരു വ്യക്തിയിലേക്ക് കൈമാറും എന്ന് വളരെ സന്തോഷപൂർവ്വം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. രണ്ടുപേർക്കും നന്ദി. മണിമാഷ്ക്കും നമ്മുടെ ഗുരുനാഥൻ ഭാസ്കരൻ മാഷ്ക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കെല്ലാം സന്തോഷം അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, സംഗീത സല്ലാപത്തിൽ അതിഥിയായി എത്തിയത് അനീഷ് പൂന്തോടൻ, മധുര ശബ്ദത്തിനുടമയായ പാട്ടുകാരൻ, നമ്മുടെ കൂട്ടുകുടുംബത്തിന് മണിമാഷ് പരിചയപ്പെടുത്തിയ അനുഗ്രഹീത കലാകാരൻ. അദ്ദേഹം ഇന്ന് പാടിയ പാട്ടുകളെല്ലാം ഹൃദ്യമായി ആസ്വദിക്കാൻ കഴിഞ്ഞു. ഇതിനു മുമ്പും അദ്ദേഹം നമ്മുടെ ഗ്രൂപ്പിൽ കുറേ നല്ല പാട്ടുകൾ പാടി നമ്മളെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്. അനീഷിനെ പരിചയപ്പെടുത്തിയത്, അവതാരകയായി എത്തിയത് സിതാര അശോകനാണ്. എൻ്റെ പ്രിയപ്പെട്ട നാടക ഗുരുനാഥൻ പി കെ ധർമാനന്ദൻ്റെ മകളായ സിതാര നല്ല നല്ല എത്രയോ പാട്ടുകൾ നമ്മുടെ ഗ്രൂപ്പിൽ ഇടയ്ക്കിടെ പാടാറുള്ള കലാകാരിയാണ്. അനീഷിനെ വളരെ ഭംഗിയായി തന്നെ സിതാര പരിചയപ്പെടുത്തി. ഒപ്പം കുറേ നല്ല പാട്ടുകളും പാടി നമ്മളെ സന്തോഷിപ്പിച്ചു. അനീഷ് പൂന്തോടനും സിതാര അശോകനും കൂട്ടുകുടുംബത്തിനു വേണ്ടി നിറഞ്ഞ മനസ്സോടെ സന്തോഷപൂർവ്വം നന്ദി അറിയിച്ചു കൊള്ളുന്നു. പരിപാടിക്ക് തുടക്കം കുറിച്ച് സ്വാഗതമോദിയ പ്രിയപ്പെട്ട ടി പി ഭാസ്കര പൊതുവാൾ മാഷ്ക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. പാട്ടുകളെ വിലയിരുത്തി സംസാരിച്ച പ്രിയപ്പെട്ട മനോജ് പയ്യന്നൂരിനെ നന്ദി അറിയിക്കുന്നു. എല്ലാ ആഴ്ചയും വളരെ കൃത്യതയോടെയാണ് അദ്ദേഹം ഗാനനിരീക്ഷണം നടത്തുന്നത്. കൂട്ടുകുടുംബത്തെ നയിക്കുന്ന ചിട്ടയോടെ കൃത്യതയോടെ എല്ലാ പരിപാടികളും സംവിധാനം ചെയ്തൊരുക്കുന്ന മണിമാഷിനും നന്ദി പറഞ്ഞുകൊള്ളുന്നു. കൂട്ടുകുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും നന്ദി, നമസ്കാരം. കലയുടെയും സാഹിത്യത്തിൻ്റെയും സർഗമേഖലകളിൽ പ്രതിഭ തെളിയിച്ചവരാണ് നമ്മുടെ ഗ്രൂപ്പിലുള്ളവർ എല്ലാം തന്നെ. എല്ലാ പരിപാടികളും ആസ്വദിച്ച് അവർ പ്രതികരിക്കുന്നു എന്നതാണ് നമ്മുടെ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത. ഇന്നത്തെ പരിപാടിയും കണ്ട് ആസ്വദിച്ച് നല്ല നിലയിൽ പ്രതികരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.
ഇത്രയും നേരം നമ്മെ സംഗീതസാഗരത്തിൽ ആറാടിച്ച അനീഷ് പൂന്തോടന് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ സ്വാഗതം പറഞ്ഞ നമ്മുടെ ഗുരുനാഥൻ TP ഭാസ്കര പൊതുവാൾ, അതുപോലെ നന്ദി പ്രകടനം നടത്തിയ M രാഘവേട്ടൻ എനിക്ക് പിതൃതുല്യനായ ഒരാളാണ്. അതുപോലെ തന്നെ ഇന്നത്തെ സംഗീത സല്ലാപത്തിലെ പാട്ടുകൾ എല്ലാം കേട്ട് ആസ്വദിച്ച എല്ലാ മെമ്പർമാർക്കും എൻ്റെ വിനീതമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം ഇതിൻ്റെ സംഘാടകനായ മണിമാഷിനും. നിങ്ങളുടെ സിതാര.